ടി പിയുടെ കൊലപാതകം എങ്ങനെയാണ് ഒരു ശക്തമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആവുക എന്ന് ചോദിച്ചാൽ അതിന് മറുപടി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ. ഉമേഷ് ഏട്ടൻ തന്നെയാണ് സൂചിപ്പിച്ചത് SFIയുടെ കടന്നുവരവിനെ പറ്റി. നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ വ്യക്തി, ആ വ്യക്തി ചെയ്ത അഴിമതികളുടെ ബാധ്യതയും ഭാരവും മാത്രമല്ല ഇന്ന് പാർട്ടി പേറിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ മകൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ, അയാളുടെ മകൻ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ, അയാളുടെ മകന്റെ ഭാര്യാപിതാവ് ചെയ്യുന്ന കൊള്ളരുതായ്മകൾ വരെ ഇന്ന് ഈ നാട്ടിലെ ദിവസവേതനത്തിന് പോകുന്ന, കൂലിത്തൊഴിലിന് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണക്കാരനായ പ്രവർത്തകൻ വരെ ആ വിഴുപ്പത്രയും പേറിക്കൊണ്ട് നടക്കുകയാണ്. അത് തന്നെയാണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ആലോചിക്കാറില്ല, ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചിട്ടുള്ള ആളുകൾ എന്റെ മുന്നിലിരിക്കുകയാണ്. നിങ്ങൾ തന്നെ എത്ര തവണ ചിന്തിച്ചിട്ടുണ്ടാക്കി എന്താണ് ആ പാർട്ടിക്കകത്തുനിന്ന് ഒരാളെങ്കിലും, എണ്ണിയാലൊടുങ്ങാത്ത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത മലയാളി സാന്നിധ്യങ്ങളായ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ, തൊട്ട് താഴോട്ട് ഇത്രയേറെ അംഗങ്ങൾ ഉണ്ടായിട്ട് ഒരാൾ പോലും സഖാവെ നിങ്ങളുടെ കൊള്ളരുതായ്മകൾ ഞങ്ങൾ താങ്ങാം, അതിനെ ഞങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കാം, ഒരു ബാധ്യതയായി വിഴുപ്പായി ചുമന്നുകൊണ്ട് നടക്കാം, പക്ഷെ നിങ്ങളുടെ മകളുടെ ആ വിഴുപ്പ് ഞങ്ങൾ എന്തിനാ പേറുന്നത്, നിങ്ങളുടെ മകന്റെ കുടുംബത്തിന്റെ വിഴുപ്പ് ഞങ്ങൾ എന്തിനാ പേറുന്നതെന്ന് ഒരു സഖാവ് പോലും ചോദിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം TP ചന്ദ്രശേഖരന്റെ കൊലപാതകം കൊടുത്തിരിക്കുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇപ്പൊ TP ചന്ദ്രശേഖരനെ കൊല്ലാൻ കഴിയില്ല. തൊട്ടു മുൻപ് സംസാരിച്ച കുമാരൻകുട്ടി വക്കീല് പറഞ്ഞ വാക്കുകളാണ്. TPയെ കൊല്ലാൻ കഴിയില്ല. ശരിയാണ്, TPയെ കൊല്ലാൻ കഴിയില്ല. കാരണം TP ധീരനായില്ല. ധീരനായ ഒരു മനുഷ്യനെയും കൊല്ലാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ പാതിരാത്രിക്ക് പാതിരാ കാവലില്ലാതെ ഇറങ്ങി നടക്കുവാൻ ആ മനുഷ്യനെ പരുവപ്പെടുത്തുന്നത് ഇതിന്റെ ധീരതയാണ്. പക്ഷേ TPയെ 51 വെട്ടി ആ രാത്രിയിൽ കൊന്നൊടുക്കിയത് ഈ കേരളത്തിലെ പ്രതികരണശേഷിയുള്ള മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെയുമാണ്. നമ്മൾ കണ്ടില്ലേ, എന്തെങ്കിലും ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരമില്ലാത്ത കാലത്തെ ആവിർഭാവം തൊട്ട് ഈ 2014 ആണ്ടിന് ശേഷം പിണറായി വിജയൻ അധികായനാകുന്ന കാലം വരെയുള്ള കാലഘട്ടം എടുത്തു നോക്കുമ്പോൾ എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിയെ പറ്റി ആ പാർട്ടിയുടെ സെക്രട്ടറി അത് സൂര്യനാണ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഏതെങ്കിലും ഡിവൈഎഫ്ഐക്കാരൻ ആ പാർട്ടിയുടെ സെക്രട്ടറിയെ പറ്റിയോ പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവിനെ പറ്റിയോ ഇയാൾ തീയിൽ കുരുത്ത കുതിരയാണെന്നോ വെയിലിൽ പായുന്ന കഴുകനാണെന്നോ ഒക്കെ പറയുന്നത് കേട്ടിട്ടില്ല. അതൊന്നും കേട്ടിട്ടില്ലാത്ത പുതിയ ശീലങ്ങൾ. ഒരു പാർട്ടി സെക്രട്ടറിക്ക് നിയമസഭാ കക്ഷി നേതാവിനെ അയാൾ സൂര്യനാണ് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്ന ആ ഗതികേടിന്റെ പേര് ഭയമെന്നാണ്. ആ ഭയം രൂപപ്പെട്ടത് TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തോട് കൂടിയിട്ടാണ്. അപ്പൊ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണ്. നമ്മുടെ സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ വന്നു, ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. TP ചന്ദ്രശേഖരനെ കൊല്ലുന്ന ദിവസം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ ഈ പാർട്ടിക്കെതിരായി സംസാരിച്ചാൽ, നിങ്ങൾ പ്രത്യേകിച്ച് പിണറായി വിജയനെതിരായിട്ട് ഒരു വാക്കെങ്കിലും സംസാരിക്കുവാൻ തയ്യാറായാൽ നിങ്ങളെ മുഖത്ത് 1000 വെട്ടുകൾ വെട്ടി കൊല്ലുമെന്ന രാഷ്ട്രീയമായ സന്ദേശം തന്നെയാണ് TP ചന്ദ്രശേഖരന്റെ കൊലപാതകം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ ദിവസങ്ങളിൽ കോവിഡ് മഹാമാരിയുടെ സമയം, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടന്നു പോകുന്നു. കോവിഡ് മഹാമാരിയുടെ സമയത്താണ് പിണറായി വിജയന്റെ PR ഏജൻസി അയാളെ കരുതലിന്റെയും കാരുണ്യത്തിന്റെയും ഒരു വലിയ മാലാഖയായി അവതരിപ്പിച്ചത്. ഇപ്പോ ഞാൻ അതിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുന്നില്ല. TPയുടെ വിഷയത്തിൽ നിന്ന് ഒരു വാക്ക് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥി, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇവിടെ വന്നിട്ടുണ്ട്. അവര് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത്, പിണറായി വിജയൻ പറയുന്നത്, കോവിഡിനെ തടുത്ത് നിർത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് അധികാര തുടർച്ച വേണമെന്നാണ്. കോവിഡിനെ തടുത്ത് നിർത്തിയതാണ് ഞങ്ങളുടെ വിജയം. ഞാനൊരു ചോദ്യം, നിങ്ങൾ പ്രതികരിക്കുവാൻ വേണ്ടിയിട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ഇരിക്കുന്ന ആളുകളിൽ ആരുടെയെങ്കിലും കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും കോവിഡ് വരാത്ത ഒരാളെങ്കിലും എന്റെ മുന്നിലിരിക്കുന്നുണ്ട്? കൈവെക്കാം. കുടുംബത്തിൽ കോവിഡ് വരാത്ത 1 2 പേർ. നിങ്ങളുടെ പരിചയത്തിൽ കോവിഡ് വരാത്ത ആളുകളുള്ള ആരെങ്കിലും ഉണ്ടോ? പരിചയത്തിൽ, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധത്തിൽ, ഏറ്റവും അടുത്ത സൗഹൃദത്തിൽ കൈവെക്കാം. ഒരാൾ പോലും. കോവിഡ് ബാധിച്ച് ഒരാളെങ്കിലും മരിക്കാത്ത ഒരു പഞ്ചായത്തിനെ പറ്റി അറിയുന്ന ഒരാളെങ്കിലും എന്റെ മുന്നിലിരിക്കുന്നുണ്ടെങ്കിലും കൈവെക്കാം. ഒരാൾ പോലും. അപ്പോ നമ്മുടെ കുടുംബത്തിൽ കോവിഡ് വരാത്ത, നമ്മുടെ അടുത്ത പരിചയത്തിൽ കോവിഡ് വരാത്ത ഒരാൾ പോലും ഇല്ലാത്ത ഒരാൾ പോലും ഇല്ല. അതായത് കുടുംബത്തിൽ എല്ലാവർക്കും, കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും കോവിഡ് വന്നിട്ട്. നമ്മുടെ പരിചയത്തിൽ കോവിഡ് വന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. നമ്മുടെ അറിവിൽ കോവിഡ് ബാധിച്ച് മരിച്ച ആളുകൾ നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ അയൽവക്കത്ത് തന്നെയുണ്ട്. ശരിയല്ലേ?
അപ്പൊ ഇത്രയൊക്കെ വ്യാപിച്ച ഒരു കോവിഡ് എങ്ങനെ പ്രതിരോധിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഏത് രീതിയിലാണ് ആ കോവിഡ് മഹാമാരി ഇവർ പ്രതിരോധിച്ചു എന്ന് പറയുന്നത്? ഞാൻ ആ വിഷയത്തിലേക്കല്ല വന്നത്. ഞാൻ പറഞ്ഞത് കോവിഡ് മഹാമാരിയുടെ സമയത്താണ് പിണറായി വിജയനെ കരുതലിന്റെ വലിയ മാലാഖയായി അവതരിപ്പിച്ചത്. എന്റെ നാട്ടിലാണ് ശാസ്താംകോട്ടയിൽ അമ്പലക്കുരങ്ങിന് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്ന ഒരു പിണറായി വിജയൻ, ഒരുപക്ഷെ ഉമേഷ് ഏട്ടനും ആസാദേട്ടനും ഒക്കെ ഇട്ടിരിപ്പുണ്ട്. നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു പിണറായി വിജയനാണ് ശാസ്താംകോട്ടയിൽ അമ്പലക്കുരങ്ങിന് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്ന പിണറായി വിജയൻ. തെരുവ് നായ്ക്കൾക്ക് വിളിച്ചു നിർത്തി ബിസ്ക്കറ്റ് കൊടുക്കണമെന്ന് പറയുന്ന പിണറായി വിജയനെ പിണറായിക്കാരോ കണ്ണൂരുകാരോ അറിയില്ല. കാരണം പിണറായി വിജയന്റെ കയ്യിൽ ഇപ്പോഴും വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന ആ മഴു ഇപ്പോഴും അതേപടി തന്നെ അയാളുടെ കയ്യിൽ നമ്മൾ കാണാത്ത രീതിയിൽ പ്രതിഫലിക്കുന്നത് കൊണ്ട് തന്നെയാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത്.